വാട്ടർ ഫിൽട്ടർ വീട് മൊത്തം വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു വാട്ടർ ഫിൽട്ടർ ആണ്. ഇതിപ്പോ എന്റെ വീട്ടിൽ വെച്ചു 2 മാസം കഴിഞ്ഞു. ജലമിത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത്. വീട്ടിൽ വന്ന് 2 മാസം മുമ്പ് ചെയ്തു തന്നു. ഇതിന്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ഞാൻ മറ്റുള്ളവരെ അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2.5 മാസത്തോളം ഞാൻ കാത്തിരുന്നു. ഏതായാലും എന്റെ വീട്ടിലെ കുഴൽക്കിണറാണ്. ആ കുഴൽക്കിണറിലെ വെള്ളമാണ് ഇപ്പൊ കുടിക്കുന്നത്, പെരുമാറുന്നതും കുളിക്കുന്നതും ഒക്കെ. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. മുടി ഒട്ടലുണ്ടാകും എന്ന് പറഞ്ഞ സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ അതിൽ പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. കുഴൽക്കിണറിന്റെ വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നില്ല, കുടിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇതിനാണ്. മറ്റേത് ഞങ്ങൾ നാടൻ കിണറുന്നായിരുന്നു, വേറെ കുറച്ച് വെള്ളം കൊണ്ടുവന്നില്ല, അതൊക്കെ കൊണ്ടു നിർത്തി. ഇപ്പൊ മൊത്തം വീട് ഈ ഒരു വാട്ടർ ഫിൽറ്ററിലൂടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു പൈപ്പ് കട്ട് ചെയ്ത് നേരെ ഇതിലേക്ക് കൊടുത്തു, ഔട്ട് എടുത്തിട്ട് നേരെ കൊടുത്തു. ടാങ്കിൽ എനിക്ക് തട്ടുള്ള ടാങ്കാണ്. മുകളിൽ നിന്ന് വന്നിട്ട് അതേ ഫോഴ്സിൽ വന്ന് ഇതിന്ന് ഔട്ട് അങ്ങോട്ട് കയറുകയാണ്. അതാണ് ഇപ്പൊ താഴെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്നാണിത്. ഈ ഇന്നിൽ നമുക്ക് വെള്ളം നേരെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ഇന്ന് പിന്നെ സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നോക്കാം, ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കാം. ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ ഔട്ട്. ഈ ഒരു സംവിധാനം നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒരു ടീമാണ് കേട്ടോ. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ടീമാണ്. ഇതാണ് ഇപ്പൊ ഈ ഇറക്കുന്ന സാധനം, ഫിൽട്ടർ. എത്ര കാനഡത് ഇതിനുള്ളിൽ എന്താ മുച്ചിപ്പലക, നെല്ലിപ്പലക ചേർത്ത് ഇറക്കിക്കോളെ. കേരളത്തില് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ല, ഇങ്ങനെ ഒരു 10-15,000 കിണർ റീചാർജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് അത്. അത് നമ്മളെ സൗജന്യമായതുകൊണ്ട് വലിയ ഫേമസ് ആയില്ല. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്താ? ഇതൊക്കെ കാണില്ലേ, ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു. ആയിക്കോട്ടെ. സേവനം വല്ലാതെ പൈസ മേടിക്കാത്തോണ്ട് വലിയൊരു വൈറലായില്ല. അപ്പൊ ഈ ജലമിത്ര വാട്ടർ പ്യൂരിഫയറിൽ, വാട്ടർ ഫിൽറ്ററിലുള്ള വിഭവങ്ങളാണ് ഇപ്പോ അതിനകത്തുള്ളത്. പ്രധാനമായും മറ്റൊന്നിലില്ലാതെ എനിക്ക് പ്രധാനമായും ഒരു പ്രത്യേകത കണ്ടത് നെല്ലിപ്പലക അല്ലെ. ഈ നെല്ലിപ്പലക നെല്ലിമരത്തിന്റെ മരം കഷ്ണങ്ങളാക്കിയിട്ട് അത് അതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് ഈ മെറ്റലാണ്. സംഭവം ഒരു സാധാരണ കരിങ്കല്ലിന്റെ മെറ്റലാണെങ്കിലും ഈ മെറ്റലിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ മാഗ്നറ്റ് പിടിക്കുന്നുണ്ട് ഒരുവിധമൊക്കെ. അപ്പോൾ ഈ ഇതുണ്ടാവും, ഇരുമ്പ് കണ്ടന്റ് ഉള്ള കല്ലാണ്. അപ്പോൾ മിനറൽസ് ഓട്ടോമാറ്റിക്കലി അയണൊക്കെ ആഡ് ആവുന്നുണ്ട്, ആവശ്യമില്ലാത്തത് ഫിൽട്ടർ ആവണമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫിൽട്രേഷൻ ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് 16 തരം കല്ലുകൾ, മാർബിള് പോലത്തെ പല പല ടൈപ്പ് 16 തരം കല്ലുകൾ. ഇതാണ് ഇതിന്റെ 3